ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന മൂകാംബിക ദേവിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ നേരെ വന്നിട്ട് ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് ഇത് തരണം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയതാട്ടുള്ളൂ. ഒരുപാട് സന്തോഷം. കണ്ടതിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹം കാണുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. പോസിറ്റീവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആഴ്ച ആയതുകൊണ്ട് തന്നെ താഴെ പോയിട്ട് നമ്മൾ തൊഴുതു. അപ്പോൾ അവിടെയുള്ള രണ്ട് ദൈവങ്ങളുടെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ധന്വന്തരമൂർത്തിയും വീരഭദ്രരുമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെയാണ് നോക്കിയപ്പോൾ ഞാൻ മുകളിൽ കണ്ടത് ജഗന്നാഥപുരിയിലത്തെ എന്താ പറയുക, ജഗന്നാഥും അതേമാതിരി തന്നെ ഭഗവാനും അതേമാതിരി സുഭദ്ര ആൻഡ് ബാലഭദ്രരും അവിടെ ഉണ്ടായിരുന്നു. ആർക്കാർക്ക് അതൊന്നും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതൊരു പാവയാണെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പോയി തൊഴുകണ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കണ കണ്ടു. ഇതാണ് വീരഭദ്രർ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ രാജരാജേശ്വരി ദേവിയുടെ അലങ്കാരം ഇന്ന് സൂപ്പറായിരുന്നു. ഇന്ന് ആടിപ്പൂരമാണ്, അതുകൊണ്ടുള്ള അലങ്കാരം വളരെ സൂപ്പറായിരുന്നു. ആ ഒരു വെറ്റലയുടെ ഉള്ളിലേക്ക് റോസ് പൂ വെച്ചിട്ടുള്ള അലങ്കാരം സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ, സൂപ്പർ. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ദേവി ഇങ്ങനെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് ഇരിക്കുന്നതായിരുന്നു. വെള്ളിക്കാപ്പ് കൊണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ആ ഒരു എന്താണ് പറയുക അലങ്കാരമൊക്കെ. മറ്റേ ബാലഗണപതിയും ബാലമുരുകനും അതേപോലെ വെള്ളിക്കാപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാവിലെ എണീച്ചിട്ട് ആ ഒരു ദർശനം കിട്ടി തൊഴുതിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. സോ നമ്മൾക്ക് തുടങ്ങാം. ഹലോ എവ്രിവൺ, നമസ്കാരം. അപ്പോൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്, ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് അപ്ഡേറ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം വരയ്ക്കുമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡോക്ടർമാർ എന്താ പറയണമെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ഒരു സർജറി നമ്മൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏതൊരു സർജറിയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് നമുക്കൊരു പെയിൻ കില്ലറിന് ഒരു ലെവൽ വരയ്ക്കും നമുക്ക് അതിൻ്റെ പെയിൻ നമുക്ക് ആഫ്റ്റർ സർജറി പോസ്റ്റ് സർജറി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ പ്ലാസ്റ്റിക് സർജറിക്ക് മാത്രം അതിൻ്റെ പെയിനിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ കില്ലേഴ്സിനൊന്നും അധികം നമുക്ക് എഫക്റ്റ് കാണാത്ത പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പേഷ്യൻറ്റ് നല്ല പോലെ ഉറങ്ങുന്ന പോലെ അവർ കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറ്റർഡേ ആണ് നമുക്കത് കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വരയ്ക്കും ആ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ പോവുക എന്നുള്ള ഒരു രീതിയാണ് പോയിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ഏറ്റവും കൂടുതൽ പെയിൻ വന്നിട്ട് നമുക്ക് റൈറ്റ് ലെഗിൽ ചെയ്ത കാലിനല്ല, ഗ്രാഫ്റ്റിംഗ് എടുത്ത കാലിനാണ് കൂടുതലായിട്ടും പെയിൻ ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഒരു സിമെൻ്റ് ഇട്ട തറയിൽ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് ചിരവി വീണാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ ഇവിടുത്തെ അങ്ങോട്ട് തൊലിയൊക്കെ ഒന്ന് പോയി എന്ന് വയ്ക്കുമോ? അപ്പോൾ ആ സ്കിന്ന് പോയതിൻ്റെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് തന്നെയാണ് ഗ്രാഫ്റ്റിങ്ങിൽ സംഭവിക്കുക. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു കെട്ട് അവർ അഴിക്കുകയില്ല. ഓക്കെ, അവരതിനെക്കുറിച്ച് അത് അഴിക്കുകയില്ല. അത് 10-23 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ പുതിയ സ്കിന്ന് വരുന്ന സമയത്ത് അത് തന്നെ അത് ഊരി അങ്ങോട്ട് പൊക്കോളും എന്ന് പറഞ്ഞു. പിന്നെ ഈ കാല് റൈറ്റ് ലെഗ് ചെയ്ത കാല് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്ലാസ്റ്റിക് സർജറി കാര്യങ്ങളൊന്നും നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളിതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കരുതിയിരുന്നത് അവർ പറഞ്ഞ പോലെ ഇവിടുന്ന് എടുക്കുന്നു, വണ്ണേന്ന് എടുക്കുന്നു, മുട്ടിലേക്ക് ഇപ്പുറത്തേക്ക് വെക്കുന്നു, അത് കഴിയുന്നു, ഫ്ലാപ്പാണ് അതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനായിട്ട് ഒരു കാര്യം വിചാരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര ദിവസവും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് വരും, അപ്പോൾ എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറയും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ മൈൻഡ് സെറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു, എന്നെ പുറത്തേക്ക് പോകാൻ പറയും എന്നുള്ളത്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ മുറി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നും കാണാത്ത പോലെ നമ്മളൊന്ന് മാറി നിൽക്കില്ലേ, അതുപോലെ നിൽക്കുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല, നിങ്ങളെ മുറി വാച്ച് ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് തുറന്നപ്പോൾ ഞാൻ കണ്ടത്
എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലേക്കുള്ളതാണ് ഞാൻ കണ്ടത്. ഞാൻ ആകെ അന്തം വിട്ട പോലെയായി. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. ഞാൻ എൻ്റെ മുഖഭാവവും നോക്കിയിട്ടാണ് അമ്മ കിടക്കണതേ. അമ്മ കണ്ടിട്ടില്ല മുറി. അപ്പം ഞാൻ എന്താണോ മുഖഭാവം കാണിക്കുക അതായിരിക്കും അമ്മയുടെ ഫീലിംഗ്. അപ്പം ഞാൻ വല്ല ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പല ചോദ്യങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്കിതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഞാൻ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും മുറിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലത്തെ എൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊന്നും എനിക്ക് ആ വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാൻ പറ്റാത്തതുകൊണ്ടാണ്. പല കുട്ടികൾ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിക്കുന്ന ലെവലിലേക്കുള്ള ഒരു സ്കേറി വീഡിയോസ് ഒന്നും എനിക്ക് ഇട്ട് തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ മുറി ആയ കാര്യം, മുറി വീണ കാര്യം, ഇപ്പോൾ കാലം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇട്ടേനെ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പേടിക്കുന്ന ലെവലിലേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാനതൊന്നും കാണിക്കാത്തത്. എന്നിട്ട് ഞാനിതിങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ കയറി വന്നതും ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പേടിച്ചിട്ടുണ്ടാവൂലേ എന്ന് ചോദിച്ചു. മേ ബി അവരുടെ എക്സ്പീരിയൻസിൽ പല ആൾക്കാരും അത് കാണിച്ചത് കൊണ്ടായിരിക്കാം മൂപ്പരും അത് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സാറേ എന്താ സാറേ ഇത്, ഞാൻ വിചാരിച്ചിരിക്കുന്ന പോലെയല്ല ഞാൻ കണ്ടത്, എന്താണ് ഇതൊക്കെ, എങ്ങനെയാണ് ശരിയാവാൻ പോകുന്നത്, സാർ എന്താ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞുതരുമോ, എനിക്കിതിലെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു, അതാണ് പ്ലാസ്റ്റിക് സർജറി. കണ്ടു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള ലെവലിലേക്ക് ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അത്രയും നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവസാനിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നതും തൂങ്ങി നിൽക്കുന്നതും എല്ലാം തന്നെ സബ്സൈഡായിട്ട് നീറ്റായിട്ടുള്ള രീതിയിലാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള പ്രൊസീജിയറിന് നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, നിങ്ങൾ എന്താ പറയണമെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി, ഇനിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചോളൂ, ഇനിയൊന്നും നമ്മളെ ഭാഗത്തു നിന്നില്ല, ഇനി ഹീലിംഗ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ എടുത്തോളൂ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഒരു നേഴ്സിന് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ബെഡ്, അതേമാതിരി തന്നെ ഒരു ഹോം നേഴ്സ്, കൂടെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നേഴ്സ് എല്ലാം തന്നെ വേണം. അവരുടെ ഡയറ്റ് കാര്യങ്ങളിൽ ഒരു മാറ്റം വരരുത്. ഇതൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ സംഭവങ്ങൾ എത്തനൂര് നമ്മൾ പാലക്കാട് ഇതെല്ലാം ചെയ്യാം, വീട്ടിലെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന ആൾ, നേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നവർ, അതേമാതിരി തന്നെ സർജിക്കൽ സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് കംപ്ലീറ്റ് മെഡിക്കൽ സപ്ലൈ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴാണോ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത് 2 ദിവസം മുമ്പ് അച്ഛ അവിടേക്ക് പോകുന്നു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, റൂം സെറ്റ് ചെയ്യുന്നു. ഇതുപോലെ ആണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാമാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മളും അതിനെക്കുറിച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇന്നലെ വന്ന സമയത്ത് അവർ പറയണത്, ലൈക്ക് റിവ്യൂസിന് നിങ്ങൾ വീണ്ടും 5 ദിവസം കഴിഞ്ഞാൽ വരേണ്ടി വരും, അതേമാതിരി തന്നെ വീണ്ടും നിങ്ങൾക്ക് ഡ്രസ്സിങ്ങിന് നിങ്ങൾ വരേണ്ടി വരും. അപ്പോൾ ഈ വരണ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇതെന്തായാലും ഇവർക്ക് കാറിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 കാലിലും ഉണ്ട്, അപ്പോൾ കാറിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ആംബുലൻസ് വെക്കണ്ടേ? 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പാലക്കാട് നിന്ന് ഇതുവരെയ്ക്കും ആംബുലൻസിൽ വെറുതെ ട്രാവൽ ചെയ്യണ്ടേ? അതിൻ്റെ ട്രോമ, അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 1 പ്രാവശ്യമല്ലേ റിവ്യൂവിന് പറഞ്ഞിട്ടുള്ളൂ? അല്ല, 2 പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സാർ കൊണ്ടുവരണം, അല്ലാതെ ഇപ്പം നമുക്ക് നിവർത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു സജഷൻ ഞങ്ങൾ വെക്കുക എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ നോക്കിക്കൂടാ? നിങ്ങൾക്ക് ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ സംഭവങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് വരേണ്ടി വരും, ഇനിയും നിങ്ങൾക്ക് ഒരു സർജറി ബാക്കിയുണ്ട്, ഇനിയും നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ മൂവ് ഔട്ട് ചെയ്യല്ല, നിങ്ങൾ 15 ദിവസം 20 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയാൻ. അപ്പോൾ ഈ ഒരു വൂണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓർത്തോപീഡിക്കിൻ്റെ ആൾക്കാർ നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. അത് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു സർജറി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിയോതെറപ്പി ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കോയമ്പത്തൂരിൽ ഇരിക്കെ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് പോയി വന്ന് ഇരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ആലോചന തന്നെ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ,
സത്യമാണല്ലോ. അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും ഇതാക്കണത്? അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റസ് ഇട്ടത്. അതിലെനിക്ക് ഒരുപാട് കോണ്ടാക്റ്റ് കിട്ടി. ഒരുപാട് കോണ്ടാക്ട്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എല്ലാവരും അയച്ചു തന്നവരെ എല്ലാവരുടെ അടുത്തു നിന്നുള്ള കോണ്ടാക്ട്സിനെ കോണ്ടാക്ട് ചെയ്തു. അതിൽ പല ആൾക്കാരും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് ഉത്തരം പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടത് ഹോസ്പിറ്റൽ ബെഡാണ്, നമ്മൾ ഹോസ്പിറ്റൽ ബെഡ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വേറെ എന്താണെന്ന് വെച്ചാൽ, സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ അമ്മയെ കൊണ്ടുപോയിട്ട് നോർമൽ ബെഡിൽ എനിക്ക് കിടത്താൻ പറ്റില്ല, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്മ ബെഡിലാണ്, അതുകൊണ്ട് അമ്മയുടെ ആ ഒരു ഹോസ്പിറ്റൽ ബെഡ് പോലെ മുകളിലേക്കും താഴേക്കും വരുന്ന ഒരു സംഭവം നമുക്ക് വേണം. ഇനി പിന്നെ നമ്മളൊരു വീട് എന്നുള്ള നിലയിൽ സർവീസ് അപ്പാർട്ട്മെന്റ് അല്ലാണ്ട് വെറും ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബെഡ് തൊട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും തൊട്ട് ഹോം നഴ്സിനെ തൊട്ട് ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വീട് തരുന്നവർ ആരും തന്നെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ള ലെവലിലേക്ക് അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ ചുറ്റുവട്ടാരത്തിലുള്ള സംഭവങ്ങൾ എല്ലാവരും തന്നെ പറയുന്നത് ഹോസ്പിറ്റൽ ബെഡ് എന്നുള്ള നിലയിൽ അങ്ങനെ നമുക്ക് ഇല്ല, ഇവിടെ നോർമൽ ബെഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു 3-4 റീഹാബ് സെൻറ്റേഴ്സ് നമുക്ക് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 നല്ല റെപ്യൂട്ടഡ് ആയിട്ട് പോയി കണ്ട് കിടന്ന് അങ്ങനെയുള്ള റീഹാബ് സെൻറ്റേഴ്സ് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള വലിയ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീഹാബ് സെൻറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ടേക്ക് കെയർ ചെയ്യുന്ന പോസ്റ്റ് സർജറി ടേക്ക് കെയർ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. നമുക്കിതിന് മുമ്പൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു സർജറി കഴിയുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ മൾട്ടിപ്പിൾ സർജറീസ് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പകരം ഒരു റീഹാബ് സെൻറ്റർ പോലെയുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ടേക്ക് കെയർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അതൊരു എൽഡർലി റീഹാബ് ആണെന്നുണ്ടെങ്കിൽ അവർ ടേക്ക് കെയർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെയാണ്. സോ ഫൈനലി ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ ശനിയാഴ്ച കണ്ണേട്ടനും മക്കളും വരികയാണ്. അപ്പോൾ എന്തായാലും കണ്ണേട്ടൻ എത്തുന്നുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ നോക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ, നഴ്സുമാരുണ്ട്. അപ്പോൾ ഞാനും കണ്ണേട്ടനും കൂടി പോയിട്ട് ഈ 3-4 നമ്പർ കിട്ടിയ റീഹാബ്സിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് നോക്കുക. നമുക്ക് എന്താണോ മനസ്സിൽ തൃപ്തിയായിരിക്കുന്നത്, നമുക്ക് എന്താണോ, പിന്നെ മനസ്സിൽ തൃപ്തി മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ആയിരിക്കണം. അവരപ്പോൾ ഒരു ദിവസമാണ് ചാർജ് ചെയ്യുക, എല്ലാ ദിവസത്തിനാണ്, 1 ഡേ ആണ് ചാർജിങ്, അല്ലാണ്ട് മാസത്തിനല്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അതുമൊക്കെ സംസാരിച്ച് അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഭക്ഷണത്തിന് പ്രശ്നമില്ല, 3 നേരം ഭക്ഷണം ഇവിടുത്തെ അതേപോലെ തന്നെ, പക്ഷെ നിങ്ങളൊരു റീഹാബ് സെൻറ്ററിലേക്ക് മാറുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു 4 എണ്ണം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം പോയിട്ട് നാളെ ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതാണോ നല്ലത് തോന്നിക്കുന്നത് അവിടേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതിയിൽ. എത്ര ദിവസത്തേക്ക് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ 1 മാസമാണ് ചിന്തിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഞാൻ പോകുന്നതിന് മുമ്പ്, ഞാൻ 29-നാണ് പോകുന്നത്. അപ്പോൾ 29-ന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ കാര്യവും എനിക്ക് എവിടെയാണെന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തിട്ട് വേണം പോകാൻ. ബിക്കോസ് 1 മാസം കഴിഞ്ഞ് ഈ ഒരു മുറിയുടെ ഹീലിംഗ് കണ്ടതിന് ശേഷം മാത്രമേ അവർ അടുത്ത സർജറിക്ക് പ്രൊസീഡ് ആവുള്ളൂ. അത് 1 മാസമാവാം, 1.5 മാസമാവാം, 2 മാസമാവാം. അപ്പോൾ അതുവരയ്ക്കും എനിക്കിവിടെ എന്തായാലും ജോലി വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ 29-ന് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയെ എവിടെയാണെന്ന് വെച്ചാൽ നീറ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ആക്കിയിട്ട് എന്നിട്ട് ഞാൻ പോവും. എന്നിട്ട് ഒരു മെയിൻ റിവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ വന്ന് അടുത്ത ദിവസം അമ്മയെ കാണിച്ച അന്നത്തെ ദിവസം വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തന്നെ പോയാലും എനിക്ക് വിരോധമില്ല. എന്താ വെച്ചാൽ 1 ദിവസം ലീവ് എടുത്താൽ മതി എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ സർജറിയുടെ സമയത്ത് ആസ് യൂഷ്വൽ എപ്പോഴാണോ സർജറി തീരുമാനിക്കുന്നത് ആ സമയത്ത് ഞാൻ വരാനാണ് പ്ലാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മനുവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. മനു ഇപ്പോൾ കൂടിയുണ്ട്, അവൻ തിരിച്ചു പോവും സെപ്റ്റംബറിൽ. പക്ഷെ അവൻ കുഴപ്പമില്ലാത്ത വിധത്തിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവന് ബാക്കിയുണ്ട് എന്നാണ് അവൻ പറയണത്. സോ ഇനി ഞാൻ എപ്പോഴാണ് മനുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കണം. ബിക്കോസ് എല്ലാ പ്ലാനിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഉള്ള പ്ലാനൊക്കെ വന്നതുകൊണ്ട് ആദ്യം പ്രയോറിറ്റൈസ് ആയിട്ടുള്ള രീതിയിൽ അമ്മയെ ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, വീടുകൾ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓണേഴ്സ് മുഴുവൻ സംസാരിക്കുന്നത് ഇത് പാടില്ല അത് പാടില്ല എന്നാണ്. ശരി, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നു,
പോകുന്നു, പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരുടെ ബെഡ് കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം മാറ്റേണ്ടി വരികയാണ്. അതും ഒരു ടെമ്പററി ബേസിലാണ് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫൈൻ, നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റീഹാബിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വെരി ഗുഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഡിസ്ചാർജ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കാര്യങ്ങൾ വളരെ അധികം പ്രശ്നങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ വന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ 2 സർജറിയും ഒരു ക്ലീനപ്പും കഴിഞ്ഞിട്ടുള്ള ബോഡിയാണ്. എത്രത്തോളം ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടേക്ക് കെയർ ചെയ്തിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് ഞാൻ റീഹാബ് സെൻറ്റേഴ്സ് പോലുള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്തത്. ഞാൻ അന്വേഷിച്ച് നോക്കിയ സമയത്തും നമുക്ക് ആ ഒരു രീതിയിൽ കണ്ട് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് തോന്നി ഓക്കെ, അങ്ങനെ ഒരു കെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതാത് സമയത്തിന് വേണ്ടത് അമ്മയെ നോക്കിക്കോളും എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ എന്താ തീരുമാനിക്കണം, എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അറിയിക്കാം. ബിക്കോസ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി, ശനി ഞായറുണ്ട് നമ്മുടെ കയ്യിൽ, തിങ്കളാഴ്ചയാണ് നമ്മൾ ഡിസ്ചാർജ് ആലോചിക്കുന്നത്. സോ എന്തായാലും പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലേ പോവുള്ളൂ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വരയ്ക്കും നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർമാരുടെ സജഷനും കൂടി ആയ സമയത്ത് നമുക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ യെസ്, താങ്ക് യു സോ മച്ച്. എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. കുറച്ച് പോസിറ്റീവ് ന്യൂസ് ആണ് ഞാൻ ഇന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. ആൻഡ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടും പോസിറ്റീവായിട്ടും പോകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.